കോൺഗ്രസ് നേതാവ് അജയ് തറയിലാണ് റീൽസ് വിവാദത്തിന് തുടക്കമിട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾക്കൊക്കെ മുൻപ് തന്നെയായിരുന്നു അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം ഇപ്പോൾ ഏറ്റുപിടിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങളെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം തെറിച്ച രാഹുലിനു വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുകൂല പ്രചാരണങ്ങളെല്ലാം തള്ളിയാണ് പ്രതിപക്ഷ നേതാവ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് ജീവിക്കുന്നത് റീൽസിലും സോഷ്യൽ മീഡിയയിലും അല്ല എന്ന് വ്യക്തമാക്കിയ സതീശൻ സൈബർ ആക്രമണങ്ങളുടെ പേടിപ്പിക്കാൻ നോക്കേണ്ടെന്നും തുറന്നടിച്ചു. സതീശന്റെ ഈ ഉറച്ച നിലപാടിന് പിന്നിൽ റീൽസ് അല്ല റിയൽ ആണ് എന്ന തിരിച്ചറിവാണോ അതോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാണോ എന്ന് കൂടിയാണ് ന്യൂസ് ട്രെൻഡ്സ് ഈ മണിക്കൂറിൽ പരിശോധിക്കുന്നത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊന്നുമല്ല കോൺഗ്രസ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലല്ല, റീലുകളിലുമല്ല കോൺഗ്രസ് ജീവിക്കുന്നത്. അല്ലല്ല, കോൺഗ്രസ് റീലുകളിലുമല്ല സോഷ്യൽ മീഡിയയിലല്ല ജീവിക്കുന്നത്. കോൺഗ്രസ് ജീവിക്കുന്നത് ജനമനസ്സുകളിലാണ്. ആ കോൺഗ്രസിന് വേണ്ടി സർവ്വതും സമർപ്പിക്കുന്ന ധീരന്മാരായ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവരെയൊന്നും അണുവിട കലിപ്പിക്കാൻ ഇത്തരം പ്രചരണങ്ങൾക്കൊന്നും ആവില്ല. ഡാൻ കുര്യൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, ഇന്നോ ഇന്നലെയോ തുടങ്ങിയ വിഷയമല്ല. തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്ത സമയം മുതൽ തന്നെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പല ഭാഗത്തു നിന്നാണ്. റീൽസിന്റെ വ്യൂ നോക്കിയല്ല ഒരു കാൻഡിഡേറ്റിനെ തീരുമാനിക്കേണ്ടതെന്നടക്കം കോൺഗ്രസ് നിരീക്ഷകരടക്കം പറഞ്ഞതൊക്കെ ഒരു പക്ഷേ ഈ നിമിഷത്തിൽ എടുത്ത് പറഞ്ഞുകൊണ്ട് വേണം അതിലേക്ക് കടക്കാൻ. പക്ഷേ പ്രതിപക്ഷ നേതാവ് പോലും വളരെ വ്യക്തമായി ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആ തരത്തിൽ കൂടിയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സൈബർ ഇടം കണ്ടത്. കോൺഗ്രസിന്റെ പേരുള്ള പ്രൊഫൈലുകളിൽ നിന്ന് നേരിട്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ ആക്രമിക്കുന്ന കാഴ്ച ഒരു വശത്ത്, ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള നേതാക്കന്മാർക്ക് വലിയ തരത്തിലുള്ള ജനപ്രീതിയാണ്, വലിയ തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന പോസ്റ്റുകളുടെ ബഹളം. ഒരുപക്ഷെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ പ്രൊമോഷനെ പോലും മറികടക്കുന്ന രീതിയിലായിരുന്നു സമൂഹ മാധ്യമങ്ങൾ ആ സ്വാധീനങ്ങളെല്ലാം ഈ ഓണക്കാലത്തെല്ലാം. ഏത് തരത്തിൽ കോൺഗ്രസ് പാർട്ടി ഇത് കാണുന്നു, ഇത് എത്രത്തോളം വലിയ വിഷയത്തിലേക്ക് കടക്കുന്നു എന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ. അവരുടെ കഴിഞ്ഞ ഓഗസ്റ്റ് 20-ാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് എടുത്തു പറയാതെ പരോക്ഷമായ ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് റിനി എന്ന യുവതി രംഗത്തെത്തുന്നത്. അവർ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനു പിന്നാലെ 24 മണിക്കൂർ തികയുന്നതിന് അപ്പുറം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെച്ച് ഒഴിയേണ്ട സാഹചര്യമുണ്ടായി. അന്ന് മുതൽ 21-ാം തീയതിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രതികരണം നടത്തുന്നത്. വിഷയത്തിന്റെ ഗൗരവം തനിക്ക് ബോധ്യമുള്ളതാണ്, അതിൽ പാർട്ടി ഒരു പ്രസ്ഥാനങ്ങളും എടുക്കാത്ത നടപടി സ്വീകരിക്കും എന്ന കൃത്യമായ നിലപാട് മാധ്യമങ്ങളോട് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഈ കഴിഞ്ഞ 3 ആഴ്ചക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുമ്പോഴും വി ഡി സതീശന്റെ നിലപാടിൽ ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല, ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ MLA സ്ഥാനത്ത് നിന്നുകൂടി രാജിവെക്കണമെന്ന നിലപാട് കടുപ്പിച്ച ഹൈക്കമാൻഡിനെ അദ്ദേഹം ഈ വിഷയം ധരിപ്പിച്ചതും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു കടുത്ത നടപടികളിലേക്കൊന്നും പോകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചത് രമേശ് ചെന്നിത്തലയായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഈ വിഷയത്തിന്റെ ഗൗരവം എന്താണെന്ന് നേരിട്ട് ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. അങ്ങനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമാണ് ഈ വിഷയത്തിൽ ഉറച്ച ഒരു നിലപാടിൽ കൃത്യമായി നേതൃത്വത്തെ അറിയിച്ച 2 മുതിർന്ന നേതാക്കൾ. അതിന് പിന്നാലെയാണ് ഇവരുൾപ്പെടെയുള്ളവർക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം തുടങ്ങിയത്. അതോടൊപ്പം രാഹുൽ പൊതുജീവിതത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കണമെന്ന നിലപാടെടുത്ത ഉമാ തോമസ്, ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കൾക്കെതിരെയും സമാനമായ തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. ആ പ്രതിഷേധങ്ങൾ അവർ നേതൃത്വത്തെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ നേതൃത്വം ആ വിഷയത്തെ ഗൗരവത്തോടെ കാണുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി കടന്നാക്രമിച്ചുകൊണ്ട് ഈ സൈബർ ആക്രമണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ തുടർന്നുകൊണ്ടിരുന്നത്. ആ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുന്നതിനിടയിൽ തന്നെ പേടിപ്പിക്കാൻ നോക്കേണ്ട സൈബർ പോരാളികളെ വെച്ച് എന്ന കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട്
ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. അത് തന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു കേൾക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയിലെ ആഭ്യന്തര തലങ്ങളിൽ നിന്ന് സമാനമായ തരത്തിലുള്ള ചില ഗുരുതരമായ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരം ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ തന്നെ നേരിട്ട് പ്രതിപക്ഷ നേതാവിനെ ബോധ്യപ്പെടുത്തിയിരുന്നു. ആ ബോധ്യമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ ആവർത്തിക്കുന്നത്. കേരളം ഇളകി വന്നാലും ഞാൻ എൻ്റെ നിലപാടിൽ ഒരു മാറ്റവും വരുത്തില്ല എന്ന്. അതായത് ആത്യന്തികമായി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുമെന്ന കൃത്യമായൊരു ബോധ്യം പ്രതിപക്ഷ നേതാവിനുണ്ട്. ആ ബോധ്യത്തിൽ നിന്നാണ് വരാനിരിക്കുന്ന അടുത്തയാഴ്ച തുടങ്ങാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിന്നടക്കം രാഹുലിനെ മാറ്റി നിർത്തണമെന്ന് അദ്ദേഹം ഉറച്ചു പറയുന്നത്. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന പാർട്ടിക്ക് രാഹുലിനെ വിട്ടുകൊണ്ട് ഒരു പ്രതിരോധം തീർക്കാൻ ഇപ്പോൾ കഴിയില്ല. രാഹുൽ വിഷയം സർക്കാരിനെതിരായി ഉയർത്തിക്കാണിക്കേണ്ട മറ്റ് വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന തരത്തിലേക്ക് ബോധപൂർവമായ പ്രചാരണങ്ങളിലേക്കൊക്കെ നയിക്കും. അതിനൊരു അവസരം ഉണ്ടാക്കേണ്ട. നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് രാഹുലിനെ മാറ്റി നിർത്തണമെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉറച്ചു നിൽക്കുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ കാരണം അതാണ്. നിലവിൽ സംസ്ഥാന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ മാത്രമാണ് രാഹുലിനെതിരെ ഉയർന്നു വന്ന പരാതികളുടെ ഗൗരവം എത്രത്തോളമാണ് എന്ന ഒരു ബോധ്യം വന്നിട്ടുള്ളത്. അത് താഴെത്തട്ടിലേക്ക് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെ അറിയിക്കാൻ രാഷ്ട്രീയപരമായിട്ടുള്ള ചേരിമാറലടക്കം ഒരു വശത്ത് നടക്കുന്നുണ്ടാവും. പക്ഷേ ഈ പെയ്ഡ് പ്രൊമോഷൻ കൊണ്ട് ഉണ്ടാകുന്നത് വലിയൊരു വിഷയം. ഇത് സൈബർ ഇടത്തിലുള്ള സൈബർ അണികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം. ഈ വരുന്ന പ്രൊഫൈലുകളൊക്കെ തന്നെ കോൺഗ്രസ് പേരുകളുള്ളത്, UDF പേരുകളുള്ളത്, UDFന്റെ പേരുകളുള്ളത് തന്നെ പ്രതിപക്ഷ നേതാവിനെ അടക്കം ചീത്ത വിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അണികൾക്ക് കൊടുക്കുന്ന, പ്രത്യേകിച്ച് പുതിയ തലമുറയുള്ള അണികൾക്ക് കൊടുക്കുന്ന വളരെ മോശപ്പെട്ട ഒരു സന്ദേശമുണ്ട്. അത് പാർട്ടി ഈ സൈബർ ആക്രമണം എന്നതിനപ്പുറത്തേക്ക് ഒരു പാർട്ടി സംവിധാനത്തിനകത്തുണ്ടാകുന്ന തികഞ്ഞ അനുസരണയില്ലായ്മ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു റിബലിസം ഏത് തരത്തിലാണ് അത് കാണുന്നത്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വന്നത്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണോ? ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരാനിടയായ സാഹചര്യം എന്താണ്? അതിൻ്റെ നിജസ്ഥിതി എന്താണ്? ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ താഴെ തട്ടിലേക്ക് പ്രവർത്തകരെയോ രണ്ടാം നിരയിലുള്ള നേതാക്കളെയോ ഒന്നും ആ കാര്യം വ്യക്തമായി ധരിപ്പിക്കാൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. വസ്തുത ഇതിന് ശേഷം ഒരു രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാൻ പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ചേർന്നാൽ അത് വലിയ തരത്തിലുള്ള തർക്കങ്ങൾക്കും പൊട്ടിത്തെറികൾക്കുമൊക്കെ വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒരുപക്ഷെ നിലവിൽ ഈ വിഷയം ഇങ്ങനെ രൂക്ഷമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് ഒരു KPCCയുടെ ഭാരവാഹി യോഗം വിളിച്ചു ചേർക്കുകയോ അതല്ലെങ്കിൽ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്ന് ഇങ്ങനെ ഒരു നടപടി എടുക്കേണ്ടി വന്നതിൻ്റെ അനിവാര്യത എന്താണെന്ന് പാർട്ടി പ്രവർത്തകരെ ബോധ്യപ്പെടുത്തുക എന്നൊരു പ്രാഥമികമായ ഉത്തരവാദിത്വം നേതൃത്വത്തിനുണ്ട്. അതിതുവരെ കഴിയാതെ പോയിടത്താണ് ഈ വലിയൊരു ആശയക്കുഴപ്പം പ്രവർത്തകർക്കും രണ്ടാം നിരയിൽപ്പെട്ട നേതാക്കൾക്കിടയിലും ഉടലെടുത്തത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി നേതൃതലത്തിൽ തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളമാണ് എന്ന പ്രതിപക്ഷ നേതാവ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ കാണിച്ച് പേടിപ്പിക്കേണ്ട എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മാത്രം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുകൊണ്ട് മതിയാകുമോ? കൃത്യമായിട്ടുള്ള സമൂഹ മാധ്യമ ഹാൻഡിലുകളുണ്ട് കോൺഗ്രസിന്, UDFന്. അതിൽ കൂടെ ഇത് വ്യക്തമായിട്ട് പറയണ്ടേ? ഇപ്പോൾ പോലും ഒരു ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ എടുത്തു നോക്കിയാൽ കാണുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നത് ഇഷ്ടംപോലെ ഇപ്പോഴും ഹാൻഡിലുകളിലുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നതല്ല, ഇത് മുന്നണിയെ പ്രതിനിധീകരിക്കുന്നതല്ല എന്ന് സൈബർ ഇടത്തിൽ തന്നെ ഔദ്യോഗികമായി പാർട്ടിക്കും മുന്നണിക്കും പറയേണ്ട ബാധ്യതയില്ലേ? എന്തുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല? അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? തീർച്ചയായിട്ടും. അതായത് നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ ഹാൻഡിൽ സംവിധാനം ചെയ്യുന്നവർക്കെതിരെ രൂക്ഷമായ വിമർശനം വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നേതൃത്വത്തിന് മുമ്പിൽ വെച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് VT ബൽറാം ഒരു പദവിയിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരുപക്ഷെ ഈ വിവാദങ്ങളൊക്കെ അതിന് കാരണമായിട്ടുണ്ടാകാം എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അവർ ആരുടെയെങ്കിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ രൂക്ഷമായ ഭാഷയിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ ഇങ്ങനെ വലിയ തരത്തിലുള്ള വ്യക്തിഹത്യ നടത്തുന്ന പരാമർശങ്ങൾ നടത്തുന്നത്? അതിൻ്റെ വസ്തുത എന്താണ്? ഇതടക്കമുള്ള കാര്യങ്ങൾ നേതൃത്വം അന്വേഷിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഈ ഡിജിറ്റൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളെക്കുറിച്ച് കൂടി നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇത്തരത്തിൽ നടക്കുന്ന സൈബർ കടന്നാക്രമണങ്ങളെ പൂർണ്ണമായി വരുതിയിൽ നിർത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ പോകുന്നു എന്നതാണ് വസ്തുത. അവിടെയാണ്
ഈ വിമർശനവുമായി രംഗത്ത് വരാൻ അല്ലെങ്കിൽ ആ പരാതിയുമായി രംഗത്ത് വരാൻ ഒരുപക്ഷെ ഈ ഇരകളെ പോലും പിൻവലിപ്പിക്കുന്ന കാര്യം ഈ വലിയ തരത്തിൽ നടക്കുന്ന ഈ സൈബർ കടന്നാക്രമണമാണ്. അതിൻ്റെ ഭീതി കൊണ്ടാണ് പലരും പരാതിയുമായി നേരിട്ട് രംഗത്ത് വരാത്തത് എന്നാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ക്രൈംബ്രാഞ്ച് സംഘം തന്നെ നൽകുന്ന സൂചന. റൈറ്റ്, ഞാൻ തിരികെ എത്താം. ഡാൻ കുര്യൻ, ഇപ്പോൾ സൈബർ എക്സ്പെർട്ട് വർഗീസ് ബാബു, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനും സൈബർ ഇൻഫ്ലുവൻസറുമായ അജു മുണ്ടേകട്ടും നമുക്കൊപ്പമുണ്ട്. ആദ്യം ശ്രീ വർഗീസ് ബാബു, ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരേ പോസ്റ്റുകൾ തന്നെ ഷെയർ ചെയ്യുന്ന ഒരുപാട് ഹാൻഡിലുകൾ, ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ഓണാശംസകൾ ഈ സൈബർ ഇടത്തിൽ നിറഞ്ഞ